ഉഗ്രം വീരമഹാവിഷ്ണും ജലന്തം സർവതോഹം സമം ഭീഷ്ണഭദ്രമർത്തിമുത്യം നമാമ്യഹം. നൃഹരേ നമ, മഹാദേവായ നമ, പാർവതിമൂർത്തയേ നമ. മെയ് 1 മുതൽ 9 വരെ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രമായ പെരുമ്പള്ളി നരസിംഹസ്വാമി ക്ഷേത്രം. 3 വർഷത്തോളം അവിടെ മഹാദേവൻ്റെ നടയിൽ ശാന്തിക്കാരനായി ശാന്തി കഴിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. നിരവധി ഭക്തജനങ്ങൾ വന്നണയുന്നതായ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അഭിമാനമായ പെരുമ്പള്ളി ക്ഷേത്രം, പെരുമ്പള്ളി നരസിംഹസ്വാമി ക്ഷേത്രം ഏകദേശം 3000-ഓളം പഴക്കമുള്ളതായ ഒരു ശ്രീകോവിൽ. നമുക്കറിയാം, നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നമുക്ക് ചെല്ലുകയാണെങ്കിൽ മുകളിലേക്ക് സ്റ്റെപ്പുകളാണ്. പഴയ രീതിയിൽ തന്നെ ഉള്ളതായ വല്യമ്പലവും അതുപോലെ നാലമ്പലവും അതുപോലെ ചാടോടുകൂടിയാൽ വെള്ളം കോരാനുള്ള സൗകര്യമൊക്കെ അടക്കം ബലിക്കല്ലുകളടക്കം നിസ്താരമായ സ്ഥല സമ്പത്തോടുകൂടി തന്നെ പടിഞ്ഞാറ് വശത്ത് സ്ഥിതി ചെയ്യുന്നതായ വലിയ ഗ്രൗണ്ട്, പൂരം ഉത്സവം. എങ്ങനെയാണോ തൃശ്ശൂർ പൂരത്തിന് ആൾക്കാർ സഹകരിക്കുന്നത് അതുപോലെ തന്നെ പ്രാധാന്യമായിട്ട് എത്തിച്ചേരുന്നതായ ഒന്ന്. അവിടെ ഒരു രാഷ്ട്രീയ ജാതി മത വർഗ രാഷ്ട്രീയ ഭേദമന്യേ പേരൊന്നും എടുത്തു പറയുന്നില്ല. റിട്ടയർഡായ തഹസീൽദാരന്മാർ മുതൽ സുഞ്ചി മാങ്കുളം മുതൽ ശങ്കരൻ മുതൽ ഓഫീസർമാർ മുതൽ ഓരോരോ ഒക്കെ നമ്മുടെ പിള്ളേരാണ്. പെരുമ്പള്ളിയിലുള്ളവർ മുഴുവൻ നമ്മളെ പിള്ളേരാണ്. നമ്മൾ 7 ദിവസം ഉറങ്ങാറില്ല. അവരുടെ ചുറ്റുവിളക്ക് കത്തിക്കാനും ഒക്കെ പകലും രാത്രിയായിക്കൊണ്ട് സഹകരിക്കുന്ന ഒരു ശാന്തിക്കാരൻ എന്ന രീതിയിലല്ല സഹകരിക്കാറുള്ളത്. അത് പെരുമ്പള്ളി ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത. ചങ്കാണ് എന്ന് പറയാറുണ്ട്. പുലിയന്നൂർ ശശിപ്പാട് അദ്ദേഹം പറയാറുണ്ട്. അദ്ദേഹം 7 ദിവസവും സാധാരണ ഉത്സവങ്ങളിൽ പങ്കെടുക്കാറില്ല. എന്നിരുന്നാൽ പോലും പെരുമ്പള്ളി തേവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂജയുണ്ടല്ലോ, മഹാദേവൻ്റെ നടയിൽ ഒരു പൂജയുണ്ടല്ലോ, ഒരു തന്ത്രി പൂജ കഴിക്കാവോ എന്ന് ചോദിച്ചാൽ ഓടിയെത്തുന്ന, ഒരു കണക്കും പറയാതെ ഓടിയെത്തുന്നതാണ് പുലിയന്നൂർ ശശിപ്പാട്. പുലിയന്നൂർ ശശിപ്പാടിൻ്റെ പ്രത്യേകത ഒരു വല്ലാത്തൊരു സ്നേഹമാണ് ആ നരസിംഹമൂർത്തിയുടെ അടുത്ത്. നമ്മളെ കാണുമ്പോൾ അദ്ദേഹം നമ്മളെയൊക്കെ ഒന്ന് വിറപ്പിക്കാനായിക്കൊണ്ട് നരസിംഹമന്ത്രം ചെല്ലാറുണ്ട്. കാരണം ഇവനെ ഒന്ന് എൻ്റെ തേജസ്സിൻ്റെ മുന്നിൽ ഒന്ന് വിറപ്പിക്കാൻ വേണ്ടിയിട്ട് നാം വിറയ്ക്കാറുമുണ്ട്. ഇരുന്ന് വയ്ക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ നരസിംഹമൂർത്തിയുടെ അകത്ത് പൂജ കഴിഞ്ഞ് ഇറങ്ങിക്കഴിയുമ്പോൾ എൻ്റെ വൈഫ്, പേരൊന്നും പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരാറില്ല, ദൂരെ നിൽക്കാറുള്ളൂ. പിന്നീട് പിടിച്ച പ്രസാദം നടന്നത് അത്രയേറെ ചൈതന്യമാണ്, അത്രയേറെ ചങ്കാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചോളം പെരുമ്പള്ളി തേവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പെരുമ്പള്ളി തേവരിലേക്ക് ആവശ്യമായ തേക്കിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ അവിടെ അങ്ങനെ നിൽക്കട്ടെ. അങ്ങനെ എന്താണെന്നറിയില്ല, അവിടുത്തെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളതായ ഭക്തജനങ്ങൾ. പിന്നീട് പെരുമ്പള്ളി തേവരുടെ അനുഗ്രഹം കൊണ്ടാണ് ഇപ്പോഴുള്ളതായ തൃപ്പൂണിത്തുറ ഭാഗത്തുള്ളതായ അവാർഡ് കിട്ടിയതും അല്ലാതെ 3 തലമുറ മാരാന്മാർ അവിടെ പടിഞ്ഞാറ് വശത്തുള്ളതായ ഓഫീസിൻ്റെ മുന്നിലുള്ളതായ സ്ഥലത്ത് എല്ലാ ദിവസങ്ങളിലും പ്രാക്ടീസ് നടത്തുകയാണ്. പെരുമ്പള്ളി തേവരുടെ അനുഗ്രഹം കൊണ്ട്, മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട്, പാർവതി ദേവിയുടെ അനുഗ്രഹം കൊണ്ട്. അപ്പോൾ കല എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒന്നിൻ്റെ മാത്രം അല്ല എന്നർത്ഥം. 33 ദൈവ ചൈതന്യങ്ങളിൽ ആരായാലും മൂകാംബികാദേവിയുടെ അടുത്ത് മാത്രമേ കലയുള്ളൂ? അല്ല. പെരുമ്പള്ളി തേവരും കലാകാരനാണ്, കലയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അപ്പോൾ പെരുമ്പള്ളി തേവരുടെ പടിഞ്ഞാറേ നടയിൽ നടത്തുന്നതായ മാരാന്മാർ പ്രാക്ടീസ് അടക്കം ഇപ്പോൾ അവരെല്ലാവരും ലോകം മുഴുവൻ അറിയപ്പെടുന്നവരായി. 2, 3, 4 തലമുറകൾ അവിടെ പ്രാക്ടീസ് നടത്തുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയേറെ ചങ്കാണ്. പുല്ലിയാട്ട് നരസിംഹസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നേരെ എതിർവശത്ത് ദർശനമായിക്കൊണ്ട്, കിഴക്കോട്ട് ദർശനമായിക്കൊണ്ട്, ഭഗവാൻ പടിഞ്ഞാട്ടും ദർശനമായിക്കൊണ്ട് നിലനിൽക്കുമ്പോൾ 2 പേരും മുഖാമുഖം വന്നിരുന്നു. പുലിയാട്ട് നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് എവിടേക്കും ഒരു അഗ്നിബാധയുണ്ടായി. അഗ്നിബാധ ഉണ്ടാകുന്ന സമയത്ത് രാശി വെച്ച് നോക്കി പറഞ്ഞു, ഇത് പെരുമ്പള്ളിത്തേവരുടെ നേരെയായതുകൊണ്ടാണ്. അവിടെ സപ്താഹ രംഗങ്ങളിൽ പലപ്പോഴും പോയിട്ടുണ്ടെന്നർത്ഥം. അവിടെ പുല്ലിയാട്ട് നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പലപ്പോഴും സപ്താഹ രംഗങ്ങൾ നടക്കുമ്പോൾ സപ്താഹ രംഗങ്ങളിൽ അവിടുത്തെ ഭാഗവത ഉപാസനയിൽ ഭാഗവതം വായിക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ തേവരുടെ ചൈതന്യം അത്രയേറെ ചൈതന്യം, കാരണം നേരെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അഗ്നിബാധ ഉണ്ടാകുന്നു. പിന്നീട് വർഷവരി പ്രകാരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. പിന്നീട് വർഷവരിപ്രകാരം അല്പം വടക്കോട്ട് ഗമനമായിട്ട് പുല്ലിയാട്ട് നരസിംഹസ്വാമി ക്ഷേത്രം മാറ്റേണ്ടി വന്നു. അത്രയേറെ ചൈതന്യവത്തായ, അത്രയേറെ ഉഗ്രമൂർത്തിയും അത്രയേറെ നിഗ്രഹശക്തിയും അപ്പുറത്തായതുകൊണ്ട് കാരുണ്യമൂർത്തിയും അനുഗ്രഹ ശക്തിയുമാണ്.
അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടും ഒരേ കോമ്പൗണ്ടിൽ തന്നെ ശ്രീകോവിലും ആയതുകൊണ്ട് ചിലപ്പോൾ വൈകുന്നേരങ്ങളിൽ അത്യാവശ്യങ്ങൾക്ക് അദ്ദേഹമാണെങ്കിലും ഞാനാണെങ്കിലും അങ്ങനെ ഒരു പൂജ കഴിച്ചോട്ടെ എന്ന് വെച്ചാൽ സന്തോഷത്തോടു കൂടി ശങ്കരനടക്കം എന്നാൽ പിന്നെ അങ്ങ് പൂജ കഴിച്ചോളൂ, ഇന്ന് വൈകുന്നേരത്തെ പൂജ നരസിംഹമൂർത്തിയുടെ പൂജ അങ്ങ് കഴിച്ചോളൂ, മഹാദേവൻ്റെ നടയിൽ ഞാൻ നോക്കിക്കോളാം, അവിടെ നേദ്യം മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ശങ്കരൻ്റെയും മേശാന്തിയുടെയും ഓഫീസർമാരുടെയും അവിടുത്തെ കുട്ടികളുടെയൊക്കെ സഹകരണം കൊണ്ട് പലപ്പോഴും 2 ഉത്സവങ്ങൾക്ക് ശുദ്ധി മുതൽ തന്ത്രിമാർക്ക് പരികർമ്മിക്കാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നീട് മൺമണഞ്ഞോയർ അദ്ദേഹമാണ് അവിടെ ഉത്സവലി അന്ന് നടത്തിയിരുന്നത്. പിന്നീട് ഇപ്പോൾ ഉത്സവലിയൊക്കെ ഭംഗിയായിട്ട് നടക്കുമ്പോൾ എങ്ങനെയാണോ ഒരു പൂരം, എങ്ങനെയാണോ ഒരു മേളം, എങ്ങനെയാണോ മേളം കാണേണ്ടത്, എങ്ങനെയാണോ മേളം ആസ്വാദിക്കേണ്ടത്, ചിട്ടവട്ടങ്ങളോടുകൂടി തന്നെ അഭ്യസിച്ചതായ എല്ലാവരും ഒത്തുകൂടുന്ന, എല്ലാവരും സ്നേഹത്തോട് ഒത്തുകൂടുന്നതായ ഒരു അപൂർവ ക്ഷേത്രം പെരുമ്പള്ളി ക്ഷേത്രം മാത്രമേ ഉള്ളൂ. കാരണം എല്ലാവരും കലാകാരന്മാരാണ്, ശാന്തിക്കാർ കലാകാരന്മാരാണ്, അവിടെ ഇരിക്കുന്നതായ കൗണ്ടർ അസിസ്റ്റൻ്റ് കൊട്ടുന്ന ആളാണ്, കലാകാരന്മാരാണ്. പിന്നെ മഹാദേവൻ്റെ നടയിലെ കുട്ടികൾ, ആ ചേട്ടൻ്റെ കുട്ടികൾ കലാകാരന്മാരാണ്, നിരവധി അവാർഡുകൾ കിട്ടിയാണ്, നിരവധി ക്ഷേത്രങ്ങൾ കൂട്ടുന്നവരാണ്. അപ്പോൾ ഒരു എല്ലാ അവസ്ഥയിലടക്കം ധാരാളം അവിടെ നമ്മൾ അവിടെ കിഴക്കുവശത്തായുള്ള മഹാദേവൻ്റെ നടയിൽ കിഴക്കുവശത്തായിക്കൊണ്ട് നമുക്ക് അവിടെ ഓരോ നാളിലും പ്രകാരമുള്ള വൃക്ഷങ്ങളൊക്കെ നമ്മൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ധാരാളം ഒരു ആവാസ വ്യവസ്ഥയെ നിലനിർത്തിക്കൊണ്ട് പിന്നീട് ചെല്ലുന്നതിന് ഇടവശത്ത് ഇങ്ങനെ വിസ്താരമായ ക്ഷേത്രകുളം, അങ്ങനെ ക്ഷേത്രകുളത്തിൽ മാറാട്ട് നടക്കുമ്പോൾ ഇത്രയും വിസ്താരമായ ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവത്തെ എല്ലാ അർത്ഥത്തിലും പെട്ടിക്കടകൾ പോകണം, പൂരം കാണണം, ആനകളെ കാണണം, ഉത്സവവേദിയിൽ പങ്കെടുക്കണം. അങ്ങനെ ഓരോരോ രീതിയിൽ പങ്കെടുക്കുമ്പോഴും സംശയമൊന്നുമില്ല, നമ്മുടെ ചങ്കാണ് പുലിയന്നൂർ ശശിപ്പാട് അദ്ദേഹം പറയുന്ന പോലെ തന്നെ നമ്മുടെ ചങ്കാണ് നരസിംഹമൂർത്തിയും മഹാദേവനും എല്ലാം. അപ്പോൾ ഈ വരുന്ന 1-ാം തീയതി മുതൽ 9-ാം തീയതി ആറാട്ടോടുകൂടി തന്നെ അവിടെ ദർശനത്തോടു കൂടി തന്നെ പഴയ രീതിയിൽ തന്നെ എല്ലാ ചുറ്റുവട്ടങ്ങളും പശുവിനെയും ക്ലാവിനെയും കണി കാണിച്ചുകൊണ്ട് നടക്കുന്നതായ ആറാട്ടിലേക്കും എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പോകണം, നമുക്ക് നമസ്കരിക്കണം, നമുക്ക് പ്രദക്ഷിണം വയ്ക്കണം. അവിടെ എല്ലാവരെയും ഈശ്വരരായി കണ്ടുകൊണ്ട് നമുക്കവിടെ ഉപാസിക്കേണ്ടതുണ്ട്. എല്ലാവരെയും പെരുമ്പള്ളി ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 1 തൊട്ട് 9 വരെ മറക്കാതിരിക്കുക. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അഭിമാനമായ പെരുമ്പള്ളി നരസിംഹസ്വാമി ക്ഷേത്രത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു.